PV അൻവറിനെ UDF-ൽ എടുക്കേണ്ട എന്ന KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ പൊതുവികാരം. അൻവറിനെ എടുക്കണമെന്ന് കെ സുധാകരൻ യോഗത്തിൽ ആവശ്യപ്പെട്ടുവെങ്കിലും എടുക്കണ്ട എന്ന് യോഗം തീരുമാനിക്കുകയായിരുന്നു. ശശി തരൂരിന്റെ കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും ചേർത്ത് നിർത്തണമെന്നും ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. അതിനിടെ KPCC പുനഃസംഘടന വേഗത്തിൽ പൂർത്തീകരിക്കാൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ തീരുമാനമായി. മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലീകരിക്കപ്പെടുന്നതിന്റെ തെളിവാണല്ലോ നിലമ്പൂരിൽ നമ്മൾ കണ്ടത്. ആ പ്രോസസ് ഇനിയും തുടരും. മുന്നണിയുടെ UDF-ന്റെ ജനകീയ അടിത്തറ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ LDF ആണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം കടുത്ത ആശയക്കുഴപ്പത്തിലും അനൈക്യത്തിലും എത്തിയിട്ടുള്ളത്. ക്രെഡിറ്റിനെ കുറിച്ച് ഒരു തർക്കവുമില്ല. ഇന്നത്തെ യോഗം ഇത് ടീം വർക്കിന് കിട്ടിയ ഒരു അംഗീകാരമാണ്, പ്രവർത്തകർക്ക് കിട്ടിയ അംഗീകാരമാണ്. അതിനെയാണ് ഞങ്ങൾ നന്ദിയോടെ ഇന്നത്തെ യോഗത്തിൽ റെക്കോർഡ് ചെയ്തത്. ഞങ്ങൾ ഒരു പാർട്ടിയായിട്ടല്ല ചർച്ച നടത്തിയിട്ടുമില്ല, ഒരു പാർട്ടിയും ക്ഷണിച്ചിട്ടുമില്ല. ജനങ്ങളെയാണ്. നിലമ്പൂരിൽ എന്താ അവരാരും കൊണ്ടായിട്ടാണോ? ജനകീയ അടിത്തറ വികസിപ്പിക്കുന്നല്ലേ പറഞ്ഞു. അതൊരു അടഞ്ഞ അധ്യായമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ചർച്ചാ വിഷയം പോലും ആയിട്ടില്ല. KR സാജുവിന്റെ വിവരങ്ങൾ നൽകാനായി. KR സാജു, സണ്ണി ജോസഫ് പറയുന്നൊരു വാക്ക് മുന്നണിയുടെ അടിത്തറ ഒന്നും കൂടെ ബലപ്പെടുത്തും എന്ന തലത്തിൽ വാക്കുകൾ അദ്ദേഹം പറയുമ്പോഴും അൻവറിന് മുന്നിൽ UDF-ന്റെ വാതിൽ ഇപ്പോഴും കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഇന്ന് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉരിഞ്ഞിരുന്നു വന്ന പ്രധാനപ്പെട്ട ചർച്ചകൾ? അജി, KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലായിരുന്നു ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം. മുൻ അധ്യക്ഷൻ കെ സുധാകരൻ യോഗത്തിൽ പങ്കെടുത്തത് ഓൺലൈനായിട്ടാണ്. അദ്ദേഹമാണ് PV അൻവറിനായി വാദിച്ചത്. PV അൻവറിനെ മുന്നണിയിൽ എടുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്നാൽ അൻവറിന്റെ സഹായമില്ലാതെയാണ് ജയിച്ചത് എന്ന് റോജി എം ജോൺ ചൂണ്ടിക്കാട്ടി അൻവറിനായി വാതിൽ തുറക്കേണ്ടതില്ല എന്ന നിലപാടിനായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയിൽ കൂടുതൽ മുൻതൂക്കം. അതുകൊണ്ടാണ് വാർത്താ സമ്മേളനത്തിൽ ഇതൊരു അടഞ്ഞ അധ്യായമാണ് എന്ന നിലപാട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എടുത്തത്. എന്നാൽ ഇത്തരം ചർച്ച നടന്നു എന്നത് അദ്ദേഹം സ്ഥിരീകരിക്കാൻ വാർത്താ സമ്മേളനത്തിൽ തയ്യാറായില്ല. ഇന്ന് ചർച്ച പോലും നടന്നില്ല എന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷേ നമുക്ക് വളരെ കൃത്യമായ സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണ് ഓൺലൈനിൽ പങ്കെടുത്ത കെ സുധാകരൻ യോഗത്തിൽ അൻവറിനായി വാദിച്ചു എന്ന കാര്യം. പക്ഷേ അതിന് അംഗീകാരം യോഗത്തിൽ കിട്ടിയില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇന്ന് രാവിലെ ക്രെഡിറ്റ് തർക്കം സംബന്ധിച്ച് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അത് വിശദമായ ചർച്ചയ്ക്ക് ഈ യോഗത്തിൽ വിധേയമാകിയിട്ടില്ല. വിജയത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകണം എന്ന അഭിപ്രായമാണ് ഉണ്ടായത്. പരസ്പര വിശ്വാസത്തോടുകൂടി നേതാക്കൾ നീങ്ങണമെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ യോഗത്തിൽ ആവശ്യപ്പെട്ടത്. ഐക്യത്തിന്റെ വിജയമാണ് നിലമ്പൂരെന്നും KC ആ യോഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. മറ്റ് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒന്നും ആ യോഗത്തിന്റെ പരിഗണനയിലേക്ക് വന്നില്ല. പകരം ഇതൊരു ഒത്തൊരുമയുടെ വിജയമാണ്, വിജയത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന സമീപനമാണ് പൊതുവെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതാക്കൾ സ്വീകരിച്ചത്. മറ്റൊന്ന്, പാർട്ടി പുനഃസംഘടന സംബന്ധിച്ച ചർച്ചകളാണ് ഇന്ന് നടന്നത്. PJ കുര്യൻ, ജോസഫ് വാഴക്കൻ, TN പ്രതാപൻ, KC ജോസഫ് എന്നിവരാണ് ഇന്ന് പുനഃസംഘടന വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ആ ആവശ്യം ഏതാണ്ട് എല്ലാവരും അംഗീകരിച്ച മട്ടാണ്. സീനിയർ നേതാക്കൾ കൂടിയാലോചിച്ചുകൊണ്ട് പുനഃസംഘടന, KPCCയുടെ പുനഃസംഘടന, DCCകളുടെ പുനഃസംഘടന എന്നിവ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിലുണ്ടായത്. ശശി തരൂരിന്റെ കാര്യത്തിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ യോഗത്തിലുണ്ടായി. ഒന്ന്, മുതിർന്ന നേതാവായ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നാണ് ആ ഒരു വികാരം ഉണ്ടായത്. ശശി തരൂരിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് വ്യക്തത വേണം, അദ്ദേഹത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന സമീപനമാണ് യോഗത്തിൽ രമേശ് ചെന്നിത്തല സ്വീകരിച്ചത്. നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നവർക്കെതിരെ നടപടി വേണമെന്നാണ് ഷാനിമോൾ ഉസ്മാൻ ആരുടെയും പേര് പറയാതെ യോഗത്തിൽ ആവശ്യപ്പെട്ടത്. വേണമെങ്കിൽ അത് ശശി തരൂരിനുള്ള ഒരു പരോക്ഷ വിമർശനമാണ് എന്ന് പറയാൻ കഴിയും. പക്ഷേ ആരുടെയും പേര് പറയാതെയാണ് ഷാനിമോൾ ഉസ്മാന്റെ ഭാഗത്തുനിന്നും അത്തരം ഒരു പ്രതികരണം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലമ്പൂരുമായി ബന്ധപ്പെട്ട് അജണ്ട സെറ്റ് ചെയ്തത് KC വേണുഗോപാലാണ് എന്ന് ജോൺസൺ എബ്രഹാം യോഗത്തിൽ അഭിപ്രായപ്പെടുകയും ചെയ്തു. ഏതായാലും ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതിയുടെ പൊതുവികാരം PV അൻവറിന്റെ കാര്യത്തിൽ ആ അധ്യായം അടഞ്ഞു തന്നെ കിടക്കട്ടെ എന്ന നിലയിലാണ് ആ ചർച്ചകൾ മുന്നോട്ട് പോയത്, അല്ലെങ്കിൽ ആ ചർച്ചകൾക്ക് പരിസമാപ്തി ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അൻവറിന് മുന്നിൽ വാതിൽ അടഞ്ഞു കിടക്കും. ക്രെഡിറ്റ് തർക്കവുമായി മുന്നോട്ട് പോകാൻ നേതാക്കൾ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നമുക്കറിയാം. ക്രെഡിറ്റ് തർക്കത്തിന്റെ കാര്യത്തിൽ ഇന്നലെ രാത്രി രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ സണ്ണി ജോസഫും ഒപ്പം തന്നെ
PD സതീശനുമായി AICCയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയോടുകൂടി അതൊരു സമവായത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നേതാക്കൾ ഇന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ സ്വീകരിച്ച സമീപനം എന്നാണ് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അജി, രാഷ്ട്രീയകാര്യ സമിതിയിലും അൻവറിന്റെ അധ്യായം അടഞ്ഞു തന്നെയാണ്. അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തണ്ട എന്നാണ് ഒരു പൊതുവിലുള്ള വികാരം. KR സാജുവാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.